Hey everybody, welcome to my YouTube channel. So we are going for another hike today. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഏത് ഹൈക്ക്? പേര് മറന്നു. ശരി, സോറി. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കോൾച്ചുക്കിലേക്ക് ഹൈക്കിലേക്കാണ്. ഹേ എവരിബഡി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ വേറൊരു ഹൈക്കും കൂടിയും പോകാൻ പോവാണ്. We are going to do the Kolchuk Lake hike. ഇത് ഞങ്ങളുടെ ആക്ച്വലി വൺ ഓഫ് ദ ഫേവറേറ്റ് ഹൈക്കാണ് കേട്ടോ. ഇത് ഇവിടെ നിന്ന് ആക്ച്വലി ഇനി നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് ദസ് ആക്ച്വലി 2 hours 30 minutes അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്പോട്ടിലെത്തും. നമുക്ക് ഹൈക്ക് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ വേഗം തന്നെ ഒരടുത്തുള്ള ടെസ്ല സൂപ്പർ ചാർജർ കണ്ടുപിടിച്ച് അവിടെ ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ കാറ് ഫുള്ള് ചാർജ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഹൈക്ക് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചു വരാൻ ചിലപ്പോൾ ചാർജ് ഉണ്ടായില്ലെങ്കിലോ. നമ്മൾ കാറ് ചാർജ് ചെയ്യാൻ വെച്ചു. സോ വി തോട്ട് ഇതിൻ്റെ അടുത്തൊരു സ്റ്റാർബക്സ് ഉണ്ട്, അപ്പോൾ വന്നിട്ട് കോഫി എടുക്കാം. പിന്നെ സ്നാക്സ് എന്തെങ്കിലും അപ്പുറത്ത് പോട്ട് ബില്ല് ഉണ്ട്, അപ്പോൾ സ്നാക്സ് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓർഡർ ചെയ്തത് ഈ സാധനമാണ് കേട്ടോ. ഇറ്റ്സ് ലൈക്ക് എ മെലൺ സോഡ ഡ്രിങ്ക്. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര കഫിനേറ്റഡ് ആണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ഓക്കെ, ഇന്നൊരു ഹൈക്ക് പോയല്ലേ, നമുക്ക് അടിപൊളിയായിട്ട് നല്ല എനർജൈസ്ഡ് ആയിട്ടൊക്കെ പോയി ചെയ്യാം. അങ്ങനെ ഞാൻ ലാസ്റ്റ് ടൈമും ഇതുപോലത്തെ ഒരു ഡ്രിങ്കിനെ കുടിച്ചെന്ന് തോന്നുന്നു. ആസ് യൂഷ്വൽ നമ്മൾ മെക്ഡി സ്നാക്കായിട്ട് മെക്ഡി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഹൈക്ക് ചെയ്തിട്ട് അവിടെ ലഞ്ചിനെത്തുമല്ലോ. അപ്പം ഞാനിപ്പം ഫോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഐ നീഡ് ടു ഗോ ആൻഡ് പിക്കപ്പ് ഫ്രം ദ കൗണ്ടർ. ഞാൻ കൗണ്ടർ പിക്കപ്പാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് പോയി പിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ആക്ച്വലി ദേഴ്സ് ലൈക്ക് 2 hours 30 minutes ഡ്രൈവ് അഗെയിൻ ഫ്രം ഹിയർ. സോ ലെറ്റ്സ് ഗോ. താങ്ക് യു. അപ്പോൾ ഇത് എനിക്ക് മെഗ്ഡിയൊക്കെ കിട്ടിയിട്ടോ. ഇനി നമുക്ക് പോവാം. ഞാൻ ഗാരിബാർലി ലേക്ക് ഹൈക്ക് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഹാഷ് ബ്രൗൺ ഭയങ്കര ഇഷ്ടമാണ്. അത് അത്ര ഹെൽത്തി സൈഡിൽ വരുന്ന ഐറ്റം ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ടു മഞ്ച് ഓൺ ഹാഷ് ബ്രൗൺ വൺസ് ഇൻ എ വൈൽ. നമ്മൾ വീണ്ടും ഇങ്ങനെ കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഏത് ഹൈക്കിന് പോകുമ്പോഴും ആ ഹൈക്കിലോട്ടുള്ള ഡ്രൈവ് ഉണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതെ, ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ഡ്രിങ്കൊക്കെ ഫിനിഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര കഫിനേറ്റഡ് ആണ്. ഐ വാസ് ലൈക്ക് റിയലി ഇൻ എ ഡൗട്ട് ഷുഡ് ഐ ഫിനിഷ് ഇറ്റ് ഓർ നോട്ട്. പക്ഷേ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആക്ച്വലി ഹൈക്കിൻ്റെ അവിടെ എത്തുമ്പോൾ ഇത് നോക്കി ഇങ്ങനെ ഓരോ ബ്രിഡ്ജസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് പാസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വ്യൂ ഒക്കെ കാണാൻ. അത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതെ, ആ മൗണ്ടെയ്ൻസിൻ്റെ താഴെ തന്നെ ക്ലൗഡ്സൊക്കെ വന്ന് നിൽക്കുക, ഈ ടണൽ. ഇത് ഞാൻ ആക്ച്വലി പണ്ട് മൂവീസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഇതിൽ ആക്ച്വലി തൊട്ടപ്പുറത്ത് ഭയങ്കര വ്യൂസ് ഉണ്ട് കേട്ടോ. ഇറ്റ്സ് ലൈക്ക് ടോട്ടലി മൗണ്ടെയിൻ റേഞ്ചസ്. പക്ഷേ ഞങ്ങൾ പോയ ദിവസം ഭയങ്കര ക്ലൗഡി ആയിട്ട് അങ്ങനെ വന്നതാണ്. ഇത് ലാവൻവേർത്ത് എത്തിയിട്ടോ. നമ്മളപ്പോൾ ലാവൻവേർത്ത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ദേഴ്സ് ലൈക്ക് ആൻ കോസ്റ്റർ റൈഡ് അഡ്വഞ്ചർ പാർക്കിൽ. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ലാവൻവേർത്ത് ആക്ച്വലി എത്തിയിട്ടോ. പക്ഷേ നമ്മളിപ്പോൾ വിചാരിക്കുന്നത് ഇവിടെ ഒരു കോസ്റ്റർ റൈഡ് ഉണ്ട് ലാവൻവേർത്തിൽ. ഇത് ഭയങ്കര ഫേമസ് ആണ്. ഞാൻ കുറേ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഈ വഴി പോയപ്പോൾ വിത്തൗട്ട് നമുക്കിത് ചെയ്താലോ. അപ്പം നമ്മൾ മേ ബി ഹൈക്ക് കഴിഞ്ഞിട്ട് വന്നത് ചെയ്യും, ഇല്ലെങ്കിൽ ഐ ഡോണ്ട് നോ. എന്തായാലും ഇത് നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. നമ്മൾ ബുക്ക് ചെയ്യാൻ പോവാണ്. I'm actually excited for this one. നന്നായിട്ടുണ്ടാവും തോന്നുന്നു. നമ്മൾ കോസ്റ്റർ റൈഡ് ഈവനിങ്ങിലേക്കാണ് കേട്ടോ 2 പേർക്കും ബുക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഹൈക്ക് കഴിഞ്ഞു ഒന്ന് ചെയ്യാം. അപ്പോൾ നമ്മൾ കോൾച്ചുക്കിൻ്റെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി കേട്ടോ. ഇപ്പോൾ നമ്മൾ ബാഗിൽ നിന്ന് സ്നാക്കൊക്കെ എടുത്തിട്ട് നമ്മൾ മെഗ്ഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ബാഗിലാക്കി. അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ചു, പിന്നെ പോളൊക്കെ എടുത്തു. ഞാൻ നല്ല സൺസ്ക്രീനൊക്കെ ഇട്ടു. ഇനി നമുക്ക് പോവാം.
പോണ വഴിക്ക് ഞാൻ കാണുന്നതൊക്കെ ഐ ഷോ യു ഗൈസ്. ഭയങ്കര ലക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്തോ ലക്കിനാണ് നമുക്ക് കറക്റ്റ് ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടിയത്. ഇല്ലെങ്കിൽ യൂഷ്വലി ഇങ്ങനെയൊന്നും പറ്റില്ല. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾ 2 miles ഫ്രണ്ടിലാണ് ഇത് പാർക്ക് ചെയ്തത്. അപ്പോൾ ആക്ച്വലി ഹൈക്ക് കഴിഞ്ഞിട്ട് ദിവസം തന്നെ എക്സ്ട്രാ ഹൈക്ക് ഫോർ us. ഇവിടെ നമുക്ക് ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഹൈക്കിന് ആവശ്യമുള്ള മാപ്പ്, ഇൻസ്ട്രക്ഷൻസ് അങ്ങനെയെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് പിക്ക് എടുക്കാൻ പോവാം. പിന്നെ നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഓൾ ട്രയൽസിൽ നമ്മൾ മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ അത് ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങൾ പോവാറ്. സോ വി സ്റ്റാർട്ടഡ് അവർ ഹൈക്ക്. ഇത് ആക്ച്വലി ഭയങ്കര എന്താ പറയുക, കാട് എന്നൊക്കെ പറയില്ല, അങ്ങനെ ഉള്ളിലേക്കുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പം ആക്ച്വലി ഇന്ന് എന്താണെന്നറിയില്ല, ഐ എം ഫീലിംഗ് കോൾഡ്. യൂഷ്വലി സമ്മറാണ്, അത്ര കോൾഡൊന്നും തോന്നേണ്ട ആവശ്യമില്ല. മേ ബി ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, മേ ബി ദാറ്റ്സ് വൈ. In a hike, I love the journey than the destination. ഞാൻ എപ്പോഴും എനിക്ക് മനസ്സിലാവാറുണ്ട്, എനിക്ക് ഈ കാട്ടിൽ കൂടെ നടന്ന് പോയിട്ട് ആ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന പാത്തില്ല, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആരും ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ, വിച്ച് ഇസ് ലൈക്ക് റിയലി ബാഡ് തിങ് ടു ഡു. കാരണം നമ്മൾ അനിമൽസൊക്കെ എന്തെങ്കിലും അവരുടെ തൊണ്ടയിൽ കുടുങ്ങും, എന്തെങ്കിലുമൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഈ വ്യൂ ഭയങ്കര ഇഷ്ടമാണ്, വിച്ച് ഇസ് ലൈക്ക് എ ട്രീ ആൻഡ് സ്കൈ. നമ്മൾ ഹൈക്ക് ചെയ്യുമ്പോഴുള്ള ടോപ്പ് വ്യൂ ഇല്ല, ഐ ജസ്റ്റ് ലവ് ദാറ്റ് വ്യൂ. ഞാൻ എപ്പോൾ പോകുമ്പോഴും ഈ വ്യൂ എടുക്കാറുണ്ട്. അങ്ങനത്തെ കുഞ്ഞി ബ്രിഡ്ജസ് ഉണ്ടല്ലോ, വി ക്യാൻ സീ ലൈക്ക് ദാറ്റ് എ ലോട്ട് ഇൻ എ ഹൈക്ക്, എസ്പെഷ്യലി ഇൻ കോൾച്ചിക് ലേക്ക് ഹൈക്ക്. ഇതെവിടെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ദിസ് ഈസ് കോൾച്ചിക് ലേക്ക് ഹൈക്ക് വിയർ സ്റ്റുവർട്ട് ലേക്ക്. So I forgot to tell you guys about the details of this hike. This is actually an 8.7 mile hike with a total of 2,439 I think meters elevation gain. ഈ ടോട്ടൽ ലെങ്ത് ഉണ്ടല്ലോ 8.7 miles, ഇറ്റ്സ് ലൈക്ക് ഔട്ട് ആൻഡ് ബാക്ക് ആണ്. പിന്നെന്താ, ഒരു ആവറേജ് ഓൾ ട്രെയിൽസിൽ കൊടുത്തിരിക്കുന്നത് യു ക്യാൻ ഫിനിഷ് ഇറ്റ് ബൈ 4 hours 13 minutes. അപ്പം ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു 5 hours ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകാം. ആക്ച്വലി വെതർ അത്യാവശ്യം നന്നായിട്ടുണ്ട്, ഓവർ വെയിലുണ്ട്, പക്ഷെ ഓവർ ചൂടൊന്നുമില്ല, അങ്ങനത്തെ ഒരു വെതറാണെന്ന്. ഇത് ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ്, എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു വ്യൂ ആണ് കേട്ടോ. കുറേ ലാൻഡ് സ്ലൈഡ് വന്നതാണ്, പക്ഷേ ആ ബോൾഡേഴ്സൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇൻഡിവിജ്വൽ ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കണ്ടില്ലേ, എല്ലാ ഹൈക്കേഴ്സും ദേ വിൽ വിഷ് ഈച്ച് അതർ, മോട്ടിവേറ്റ് ഈച്ച് അതർ. ആ കൾച്ചർ എനിക്ക് ഇവിടെ വന്നിട്ട് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് നല്ല പണി തന്ന റോക്കാണ് കേട്ടോ, പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഭയങ്കര ഈസായിട്ട് അത് കയറിയെടുത്തു കേട്ടോ. ഈ ബ്രിഡ്ജിൻ്റെ വ്യൂ കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ലൈക്ക് റിവർ ഫ്ലോയിങ്, ഭയങ്കര കുത്തി ഒലിച്ച് വരിക എന്ന് പറയില്ല, അങ്ങനെയായിരുന്നു ആ റിവർ ഫ്ലോ ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ കുറച്ച് നടന്നു, ദെൻ ഇവിടെ ഇപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടാണ് കേട്ടോ. അടിപൊളി വ്യൂസാണ് ചുറ്റും. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ പോയിട്ട് വ്യൂ ഒക്കെ കണ്ടുകൊണ്ടായിരുന്നു. സോ അത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, so far so good. I'll show you guys a final point next. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ബ്രിഡ്ജൊക്കെ കയറി എനിക്ക് ഭയങ്കര സ്കെയറി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. കാരണം ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ടൈം ഡൂയിങ് സം ഹൈക്സ് ആണോ ലാസ്റ്റ് ടൈം. ഇപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ആവുണ്ടോയെന്ന് അറിയില്ല, ഭയങ്കര ഞാൻ കൂളായിട്ടായിരുന്നു ഇത് കയറി ഇറങ്ങിയത്, ആ റോക്ക് കൂടിയൊക്കെ ഹൈക്ക് ചെയ്തത്. ബട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ദൈവമേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം അതൊന്നും ആലോചിച്ച് കൂടില്ല. ഇങ്ങനെ ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടല്ലോ, ഞാൻ നാട്ടിലൊന്നും ചെയ്യാത്തൊരു കാര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ആക്ച്വലി ഐ ലൈക്ക് ഓൾ ദീസ് ആക്ടിവിറ്റീസ്. എനിക്ക് ഹൈക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കുറേ കാലറീസ് ബേൺ ചെയ്യുന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമല്ല, ഇറ്റ്സ് എ ടൈം, എൻ്റെ മൈൻഡൊക്കെ ക്ലിയർ ആവുന്ന ഒരു ടൈം. അത് എല്ലാ ടെൻഷനും പോവും അങ്ങനെ.
ഞാനിപ്പോൾ കാണിച്ച് വേറൊന്നല്ല, ലാസ്റ്റ് ടൈം ഈ റിവറിൽ ഞാൻ ഡിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. കോൾച്ചിക്കിൽ ഞാൻ ഡിപ്പ് എടുത്തില്ല കഴിഞ്ഞ പ്രാവശ്യം. പകരം തിരിച്ച് നടന്നു വരുമ്പോൾ ആ റിവറിൽ ഡിപ്പ് എടുത്തിട്ടാണ് ഞാൻ പിന്നെ തിരിച്ചു പോയത്. നമ്മൾ ഇപ്പോൾ ഒരു 3/4 ഒക്കെ കംപ്ലീറ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ടു ബി ഓണസ്റ്റ്, ഐ എം സീരിയസ്ലി പ്രൗഡ് ഓഫ് മൈ ഫിസിക്കൽ ഹെൽത്ത് നൗ. ഐ എം നോട്ട് ഫീലിംഗ് ദാറ്റ് ടയേർഡ്, താങ്ക് ഗോഡ്. സോ ഐ എം സീരിയസ്ലി happy that I dedicated some of my hours a day for workout, CrossFit. It's actually paying off. നമ്മൾ എന്തെങ്കിലും വർക്കൗട്ടിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് നെവർ ഗോ വേസ്റ്റ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇറ്റ്സ് ആക്ച്വലി വർത്ത് ഇറ്റ്. ഇത് നമ്മുടെ ലേക്ക് എത്തുന്നതിന് മുന്നുള്ള വേറൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ഒരു റോക്കിൻ്റെ മുകളിലൊക്കെ കയറണം, പക്ഷേ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഈ വ്യൂ പോയിൻ്റ്. ഇറ്റ് വാസ് ജസ്റ്റ് ബിഫോർ ദ കോൾച്ചിക് ലേക്ക് ആൻഡ് ദിസ് ടൈം ഐ വാസ് എക്സൈറ്റഡ് ബിക്കോസ് ഇത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലേക്ക് എത്തുമല്ലോ. ദേ നോക്കി, നമ്മൾ ഓൾമോസ്റ്റ് ലേക്കിൻ്റെ അവിടെ എത്തിയിട്ടോ. ഓൾമോസ്റ്റ് എല്ലാം എത്തി. ഇനി നമുക്ക് ആക്ച്വലി ലേക്കിലോട്ട് സ്റ്റീപ്പായിട്ടുള്ളൊരു പോർഷൻ അത് നമുക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അത് കൂടെ ഇറങ്ങാം. സീ, ലുക്ക് അറ്റ് ദിസ് വ്യൂ. ഈ വ്യൂവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഹൈക്കൊക്കെ ചെയ്ത് വന്നത്. ഇറ്റ് വാസ് അമേസിങ് അല്ലേ. ഞങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. റോക്ക് റിവറിൻ്റെ റിവറിൽ ഇറങ്ങി നിൽക്കുന്ന റോക്കായിരുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ സൂപ്പറായിട്ടിരുന്നു. നമ്മുടെ മെഗ്ഡിയൊക്കെ കഴിച്ചു, നന്നായിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. ഞാൻ കുറേ നേരം, ഞാൻ അങ്ങനെ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. ഞാൻ ഫുൾ ടൈം ഇത് നോക്കിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് വീഴാൻ പോയതാണ് കേട്ടോ. പോസ് ചെയ്യുമ്പോൾ നെവർ മൈൻഡ് ടൈം. ഞാനിപ്പോഴും ഇങ്ങനെ വ്യൂ ഒക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആവും. ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കും. ഇതൊക്കെ ആർക്കും കാണിച്ചു കൊടുക്കാനൊന്നുമല്ല. ഇറ്റ്സ് ഫോർ മീ ടു കീപ്പ്. എൻ്റെ മെമ്മറീസാണ് ഇതൊക്കെ, എൻ്റെ ലൈഫാണ്. ഇറ്റ്സ് മൈ ലൈഫ് വ്ളോഗ്. എല്ലാ കാലത്തും എനിക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ പോയി ആ ടൈമിൽ ഉണ്ടായിരുന്ന എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഞങ്ങൾ പറഞ്ഞ കോൺവെർസേഷൻസ്, ഈ ഹൈക്കിൽ ഞങ്ങൾ തമ്മിലുണ്ടാകുന്ന ഓരോ കോൺവെർസേഷൻസും ആ വ്യൂവും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഐ വാണ്ട് എവ്രിബഡി ടു ഹാവ് ദിസ് എക്സ്പീരിയൻസ്. ഇത് ആ ഹൈക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര കഷ്ടപ്പാടാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആ കഷ്ടപ്പാടൊന്നുമല്ല, നമ്മൾ നടന്ന് ഗ്രാജുവലി നടന്ന് ആ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ കിട്ടുന്ന നമ്മുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, നത്തിങ് ക്യാൻ റീപ്ലേസ് ഇറ്റ്. അത് ഹൈക്ക് ചെയ്തവരോടൊക്കെ ചോദിച്ചാൽ മതി. ഇത് ഞങ്ങളുടെ യൂഷ്വൽ ട്രഡീഷനാണ്. ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഹൈക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഫിസ്റ്റ് ബമ്പൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലെവൻവർത്തിലുള്ള കോസ്റ്ററായി ട്രൈ ചെയ്യാൻ വന്നു. ഇപ്പോൾ ലെവൻവർത്ത് അഡ്വഞ്ചർ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ കോസ്റ്റർ റൈഡിൻ്റെ. സോ വി ആർ ഓൾമോസ്റ്റ് ഹിയർ. I did the coaster ride. It was really fun. I was scared. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. They didn't allow any sort of things like ക്യാമറ ഒന്നും. അതായത് എനിക്ക് എവിടെയെങ്കിലും ഇപ്പോൾ കഴുത്തിലോ എവിടെയെങ്കിലും ടൈ ചെയ്ത് വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊണ്ടുപോയിരുന്നു. പക്ഷേ ഞാൻ ഗോപ്രോൻ്റെ ടൈ ചെയ്യുന്നത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്കെപ്പോൾ വേണമെങ്കിൽ വരാമല്ലോ ഇവിടെ. So next time I'll show you guys how the coaster ride was. It was really fun. If you guys are from near Seattle, I recommend this coaster ride. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലെവൻവർത്ത് ടൗൺ കേട്ടോ. ഇറ്റ്സ് ലൈക്ക് എ റിയലി ക്യൂട്ട് ജർമ്മൻ വില്ലേജ്, ബവേറിയൻ ടൗൺ ആണ്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ നേരെ ഇങ്ങോട്ട് വിട്ടു. ഇവിടെ ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണത്. ഇറ്റ്സ് കോൾഡ് സൗത്ത്. അത്യാവശ്യം നന്നായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അറിയില്ല, നമുക്ക് പോയി നോക്കാം.
നമ്മൾ ഇതാണ് ആപ്പറ്റൈസറായിട്ട് ഓർഡർ ചെയ്തത്. പിന്നെ നമുക്ക് 2 പേർക്കും ഓരോ ബൊറീത്തോ വെച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ രാത്രി ടൗൺ കൂടെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ഞാൻ ലാസ്റ്റ് ടൈം വന്നിട്ടുള്ളൊരു ഷോപ്പാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ക്രിസ്മസ് ഷോപ്പാണ് കേട്ടോ. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. സോ enjoy this video and like my video, subscribe to my channel. So see you guys in my next video. Till then, bye bye.